നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ആർ അഭിരാംചന്ദ്രൻ. ചാലക്കയിലെ ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ മഴക്കാലത്ത് നമുക്ക് വളരെയധികം കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു രോഗമാണ് വയറിളക്ക രോഗം. വയറിളക്ക രോഗങ്ങളുടെ കൂട്ടത്തിൽ ഷിഗല്ല അല്ലെങ്കിൽ ഡിസെൻട്രി എന്നുള്ള രോഗവും ഇപ്പോൾ നമുക്ക് പത്രങ്ങളിലേക്ക് കണ്ട് എല്ലാവർക്കും വളരെയധികം പരിചിതമാണ്. അപ്പോൾ എന്താണ് ഈ ഷിഗല്ല എന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഷിഗല്ല എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയൽ അസുഖം, ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖമാണ്. അത് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വയറിളക്കത്തോട് കൂടി അവരുടെ മലത്തിൽ രക്തത്തിന്റെ അംശം ഉണ്ടാകുമ്പോഴാണ്. രക്തത്തിന്റെ അംശം എന്ന് പറയുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. പല പല കളറിലുള്ളത് നമ്മൾ ഇപ്പോൾ രക്തമാണെന്ന് വിചാരിക്കാം. പക്ഷെ നമുക്ക് ഏറ്റവും പ്രാധാന്യമാവുന്നത് നമ്മൾ ചുവന്ന നിറത്തിലുള്ള, നമ്മൾ കൈയൊക്കെ മുറിയും, നമ്മുടെ കൈ മുറിയുമ്പോൾ വരുന്ന രക്തം, അല്ലെങ്കിൽ പല്ലിന്ന് കുട്ടികൾ പല്ല് പോകുമ്പോൾ രക്തം വരും. അത് ആ തരത്തിലുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ചുവന്ന നിറത്തിലുള്ള രക്തം മലത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ അത് നമുക്ക് ഷിഗല്ല ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഷിഗല്ലയുടെ ലക്ഷണം ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുകയും ആവശ്യമുള്ള ചികിത്സ എടുക്കേണ്ടതുണ്ട്. ഷിഗല്ലയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ആന്റിബയോട്ടിക്സ് കൊടുക്കേണ്ടി വരും. ആന്റിബയോട്ടിക്സ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഷിഗല്ല രോഗം പൂർണ്ണമായും മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ സമയമെടുക്കുകയും നമ്മൾ വെയിറ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ മൂർച്ഛിക്കാനും തലച്ചോറിനെ ബാധിക്കാനും ജന്നി പോലെ വരാനും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, വയറിളക്കം സാധാരണയായിട്ട് പല കാരണം കൊണ്ട് വയറിളക്കം വരാതെ നമ്മൾ സൂക്ഷിക്കണം. പക്ഷേ വയറിളക്കത്തിന്റെ കൂട്ടത്തിൽ നമുക്ക് രക്തം മലത്തിലുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അടുത്തുള്ള പീഡിയാട്രിഷ്യനെ കാണുകയും ആവശ്യമുള്ള ചികിത്സ തേടുകയും ചെയ്യണം. അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ വെച്ച് ചികിത്സിക്കാനുള്ള ശ്രമം നടത്തേണ്ട. പിന്നെ സാധാരണ വയറിളക്ക രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കിയ ആഹാരം കഴിക്കുക, ചൂടോടെ ഭക്ഷണം കഴിക്കുക, തണുത്ത ഭക്ഷണം കഴിക്കാതിരിക്കുക, പുറത്തുനിന്നുള്ള ഭക്ഷണം കുറയ്ക്കാൻ ശ്രമിക്കുക. ഇതിനുള്ള കാര്യങ്ങൾ നമ്മൾ സാധാരണ വയറിളക്ക രോഗങ്ങൾ തടയുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഷിഗല്ലയെ തടയും. അതുപോലെ തന്നെ വളരെയധികം പ്രധാനമാണ് നമ്മൾ കൈ കഴുകുന്നത്. കൈ സോപ്പിട്ട് കഴുകുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കോവിഡ് സമയത്ത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ കൈ നമ്മൾ സോപ്പിട്ട് കഴുകേണ്ടതും ഇത് ഈ രോഗത്തിനെ തടയാൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷിഗല്ലയെക്കുറിച്ചോ ബാക്കിയുള്ള എന്ത് കുട്ടികളുടെ രോഗങ്ങളെക്കുറിച്ച് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ചാലക്കയിലുള്ള ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക്സ് വിഭാഗത്തിനെ സമീപിക്കാവുന്നതാണ്. ഞാനും എന്നോട് കൂടെയുള്ള മറ്റു ഡോക്ടർമാരും നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങളും ദൂരീകരിക്കുകയും ആവശ്യമുള്ള ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരികയും ചെയ്യും. നന്ദി, നമസ്കാരം.